പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ട് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ 2-3 ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ വൈറൽ ഷെഡിങ് നടക്കുന്നത്. അതായത് അപ്പം ഇതുവഴി ബാക്കിയുള്ളവർക്ക് അസുഖം വരാതിരിക്കുകയും അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ആയിരിക്കും. ഒരാൾക്ക് വന്ന് കുടുംബത്തിലുള്ള ബാക്കി 4-5 പേർക്ക് ഇടവിട്ട് വന്നു, പിന്നെ വന്നാൾക്ക് വീണ്ടും വന്നു. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് താമസിക്കാതെ ഒരു 48 മണിക്കൂറിലും ശമനം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് മരുന്നെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം. കാലവർഷ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് പലതുണ്ടെന്നറിയാം. അതിൽ ഒന്നെന്ന് പറയുന്നത് വെള്ളക്കെട്ട് മൂലം ഉണ്ടാകുന്ന ഡെങ്കിപ്പനി, അതേപോലെ നീലിപ്പനി, ഇങ്ങനത്തെ ഉള്ളതാണ്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വരുന്ന അസുഖമാണ് ജലദോഷം, കഫക്കെട്ട്, പനി. വളരെയധികം പ്രശ്നങ്ങൾ കൂടുതലും ഈ സമയത്തുണ്ടാകുന്നത് വൈറൽ പനികളാണ്. വൈറൽ പനികൾ പെട്ടെന്ന് കുടുംബത്തിൽ ബാക്കിയുള്ളവരിലോട്ട് പടരും. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്നൊരു കുട്ടി അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നൊരു മുതിർന്ന ഒരാൾ, അവിടെ ആർക്കെങ്കിലും ഒരു ജലദോഷമോ പനിയോ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അതൊരു ക്ലോസ്ഡ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ, AC ഉള്ളൊരു റൂമാണ്, അടച്ചിട്ട റൂമാണ്, അല്ലെങ്കിൽ വെന്റിലേഷൻ കുറഞ്ഞ റൂമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിനുണ്ടാകുന്ന വൈറൽ പനി അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ജലദോഷവും തുമ്മലും കഫക്കെട്ടും ബാക്കിയുള്ളവരിലോട്ട് പടരും. അപ്പം നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും ജലദോഷമോ കഫക്കെട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കയ്യിലൊരു കർച്ചീഫോ അല്ലെന്നുണ്ടെങ്കിൽ ഫേസ് മാസ്ക് കരുതുക. അപ്പം നമ്മൾ അവരോട് ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാസ്ക് ഇട്ടിട്ടിരുന്ന് വർക്ക് ചെയ്യുക. പെട്ടെന്ന് പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ട് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ 2-3 ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ വൈറൽ ഷെഡിങ് നടക്കുന്നത്. അതായത് ആന്തരികമായിട്ടുള്ള വൈറസ് നമ്മൾ തുമ്മലും ചുമയും വഴി അന്തരീക്ഷത്തിലോട്ട് പടർത്തുകയും അത് ബാക്കിയുള്ളവർ ശ്വസിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരുന്ന ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻ കേസ് നമുക്ക് അസുഖം വന്നെന്ന് തന്നെ ഇരിക്കുക, അങ്ങനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീട്ടിലുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കോവിഡിൽ എങ്ങനെ ക്വാറൻറ്റൈൻ ചെയ്തു എന്ന് പറയുന്ന പോലെ അത്രയും ശക്തമായിട്ടുള്ള ക്വാറൻറ്റൈനല്ല ഉദ്ദേശിക്കുന്നത്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ഉപയോഗിക്കുക, കൈയും മുഖവും കഴുകുക, തുമ്മുമ്പോൾ കർച്ചീഫ് അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ കർച്ചീഫ് യൂസ് ചെയ്ത് ബാക്കിയുള്ളവരിലോട്ട് പടരാതെ ശ്രദ്ധിക്കുക. നമ്മളിപ്പം മക്കളുമായിട്ട് ഒരു റൂമിലാണ് കിടക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുക്കുന്ന മാറി വേറെ ഒരു റൂമിൽ, അല്ലെങ്കിൽ മുതിർന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ അടുക്കുന്ന മാറി വേറെ ഒരു റൂമിലോട്ട് നമ്മൾ മാറി കിടക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ളൊരു പ്രക്രിയ. അപ്പം ഇതുവഴി ബാക്കിയുള്ളവർക്ക് അസുഖം വരാതിരിക്കുകയും അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ആയിരിക്കും. ഒരാൾക്ക് വന്ന് കുടുംബത്തിലുള്ള ബാക്കി 4-5 പേർക്ക് ഇടവിട്ട് വന്നു, പിന്നെ വന്നാൾക്ക് വീണ്ടും വന്നു. അങ്ങനെ ഇത് മാറാതെ കാണപ്പെടുന്നൊരു സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കാറുണ്ട്. പിന്നെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വളരെ നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ എന്നുള്ളൊരു ഫ്ലൂ പോലത്തെ വാക്സിനുകളുണ്ട്. ഇൻഫ്ലുവൻസ വാക്സിനേഷൻ എന്ന് പറഞ്ഞ വാക്സിനുണ്ട്. അത് നമ്മൾ മുൻകൂട്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ മേജറായിട്ടുള്ള അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പലർക്കും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറൽ പനി നിന്ന് പതുക്കെ അത് കഫക്കെട്ടായി മാറി സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനിലോട്ട് മാറുകയും പിന്നെ ആൻറ്റിബയോട്ടിക് വേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥ കാണാറുണ്ട്. പിന്നെ കഴിഞ്ഞ 2-3 വർഷത്തിന് ശേഷമായിട്ട്, അതായത് കോവിഡിന് ശേഷമായിട്ട് നമ്മൾ പലതായി കാണപ്പെടുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുമാറാത്ത ചുമയാണ്. അതായത് അസുഖം വന്നു കഴിഞ്ഞാൽ ചുമ വിട്ടുമാറുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് വിമിഷ്ടത്തിലോട്ട് പോകുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് താമസിക്കാതെ ഒരു 48 മണിക്കൂറിലും ശമനം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് മരുന്നെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഈ വീട്ടിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തണുപ്പത്ത് പുറത്തിറങ്ങി നടക്കാതിരിക്കുക. പലരും വാക്കിങ്ങിന് പോകുന്നവരായിരിക്കും വ്യായാമം ഉദ്ദേശിച്ചിട്ട്. അത് പക്ഷേ നമ്മൾ കുറച്ചൊന്ന് വെയിലുള്ളപ്പം നടക്കുന്ന രീതിയിലാക്കുക. രാവിലെ മഴയുള്ളപ്പം തന്നെ കുട എടുത്തുകൊണ്ട് നടക്കാൻ പോകാതിരിക്കുക. അതേപോലെ തന്നെ നടക്കുമ്പോൾ തെറ്റി വീഴാനുള്ള സാധ്യതകളുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്തു വരുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് വരുമ്പോൾ അതിൽ കുറച്ച് ക്രമീകരണങ്ങൾ മാറ്റം വരുത്തേണ്ട ആവശ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം ഇതുകൂടാതെ വരുന്ന മഴക്കാല അസുഖങ്ങൾ, ഞാൻ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൂടാതെ വരുന്ന അസുഖങ്ങൾ മെയിനായിട്ട് വരുന്ന ഡെങ്കിപ്പനി, എലിപ്പനി എന്നുള്ളതാണ്.
അപ്പം നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ ഇല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ച് തട്ടിൻ്റെ പുറത്ത് ശ്രദ്ധിച്ച് കയറ്റി വയ്ക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യത, ഇപ്പം നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും വെള്ളക്കെട്ട്, എല്ലാ വീട്ടിലും വെള്ളം കയറുന്നുള്ള ഒരു ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും മാക്സിമം മഴ പെയ്യുമ്പോൾ ഉടനെ വെള്ളം കയറാത്ത അവസ്ഥയുള്ള വീടുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം നമുക്കറിയാമല്ലോ, ഈ ചിരട്ടയൊക്കെ ഉപയോഗിക്കാത്ത ചിരട്ടയൊക്കെ വെളിയിലിട്ടേക്കുന്നതിനകത്ത് ചെറുതായിട്ട് വെള്ളം കെട്ടിക്കിടക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ തോട്, പരിസ്ഥിതി ശുചീകരണം, മെയിനായിട്ട് പരിസ്ഥിതി ശുചീകരണം നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുക. അത് വേറെ ആരെയും വെയിറ്റ് ചെയ്ത് ചെയ്യാതെ ഇരിക്കുക. അത് ആരെങ്കിലും വന്ന് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തന്നെ ഒരു മുൻകൈ എടുത്തത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഉറകളും, കാലിലെ ഉറകളും കയ്യിലെ ഉറകളും മാസ്ക് ഇട്ടിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഇല്ലാതെ വെള്ളക്കെട്ടിലോട്ട് ഇറങ്ങാതിരിക്കുക. നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമസ്കാരം, നന്ദി.